വരുമാനം, അതായത് ടിക്കറ്റ് വിറ്റ് കിട്ടുന്ന വരുമാനം, ആ വരുമാനം അതായത് റവന്യൂ ആയിട്ട് ഗവൺമെൻറ്റിൻ്റെ റവന്യൂ ആകുന്നു. ആ റവന്യൂവിൽ നിന്നാണ് നമുക്കറിയാം ഈ കാരുണ്യ ലോട്ടറിയുടെ ഒക്കെ ചെലവുകൾ നടത്തുന്നത്. അതായത് കാരുണ്യ ലോട്ടറിയിലെ സ്കീമിൽ പെട്ട ഹോസ്പിറ്റൽസിന് അവർ നടത്തുന്ന അതായത് 5 പ്രധാനപ്പെട്ട രോഗം, അതായത് ഹൃദയത്തെ, അതുപോലെ ലിവറിനെ, കിഡ്നിയെ ഒക്കെ ബാധിക്കുന്ന വളരെ മാരകമായ രോഗങ്ങൾ, ഏറ്റവും ചെലവേറിയ രോഗങ്ങൾ, അങ്ങനെയുള്ള രോഗങ്ങളുടെ ചികിത്സാർത്ഥം പാവപ്പെട്ട രോഗികൾക്ക് ഇൻഷുറൻസ് കൊടുക്കുകയാണ് കാരുണ്യ ലോട്ടറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇപ്പം തന്നെ 1500 കോടി രൂപയോളം ഗവൺമെൻറ് ഈ പറയപ്പെട്ട ആശുപത്രികൾക്ക്, ഇതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ആശുപത്രികൾക്ക് കൊടുക്കാനുണ്ട്. ഈ നികുതി അടച്ച രസീതുകൾ അയാളുടെ ജീവനെ പോലെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. ഒരു തരത്തിലും നഷ്ടപ്പെട്ടു പോകാൻ ഇടവരുത്തരുത്. കാരണം ആ രസീതോടു കൂടി വേണം ഈ പണം ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കാൻ ചെല്ലാൻ. അപ്പോൾ ഈ രസീത് കാണിച്ചു കഴിയുമ്പോൾ പിന്നെ അവർ നികുതി പിരിക്കില്ല. അവർ ആ എമൗണ്ട്, കാരണം ഓൾറെഡി നികുതി ഒടുക്കിയതാണ്, ആ എമൗണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ്. ഇനി അതിൽ നിന്നെടുത്ത് വേറെ ഏതെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നു എന്നിരിക്കട്ടെ, അവരും ചോദിക്കും അതിൻ്റെ നികുതി. അപ്പം നികുതി ചോദിക്കും, ഇതാ നികുതി അടച്ചതാണ് എന്ന് പറഞ്ഞ് രസീതെടുത്ത്. അപ്പം ഇതിൻ്റെ ഈ പണത്തിൻ്റെ പരിപാടി പൂർണ്ണമായിട്ട് തീരുന്നവരെ ഈ രസീതുകൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം